Hi dear friends, Assalamu alaikum, Namaskaram, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് നോമ്പ് തുറക്കാൻ നേരത്തൊക്കെ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സമൂസയാണ് കേട്ടോ. ഈ ഒരു സമൂസ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവാള അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പറ്റ നൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടോ, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇത്തിരി മുളക് പൊടി, അതേപോലെ ഒരു ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടോ, ഈ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അവിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം വരും. ഈ അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് എന്തൊക്കെ ചേർത്ത് കൊടുത്തത്? സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് അവിൽ, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ റെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സമൂസൻ്റെ ഷീറ്റ് എടുത്തിട്ട് മടക്കിയിട്ട് അതിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പമല്ലേ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോണാക്കി ഒരു ഭാഗം മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റി മസാല ഒന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമൂസയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് നിറച്ച് ഈ ഒരു സമൂസൊക്കെ ഒന്ന് ചുറ്റിയെടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സൈഡ് നമുക്ക് പശ വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത പശയാണ്. ഇതൊന്ന് തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാനിതുപോലെ ഒന്ന് മടക്കിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സമൂസൊക്കെ ഇതുപോലെ നമ്മൾ മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ സമൂസ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വഴറ്റാതെ വെച്ച മസാല അല്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുന്ന ഒരു ടൈം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗവും നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഈ ഒരു സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ കൂടെ നല്ല ടൊമാറ്റോ കെച്ചപ്പും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മസാല വാട്ടാതെയും വഴറ്റാതെയും ഒക്കെ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സമൂസയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.